എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വണ്ടിയിൽ പാർക്കിംഗ് മിറർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിക്കും പാർക്ക് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുക, അത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. ഞാനിപ്പോൾ പാർക്കിംഗ് മിറർ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നത്, ആദ്യം ഞാൻ പാർക്കിംഗ് മിറർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കുക, ഇവിടെ ഞാൻ പാർക്കിംഗ് മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മിററിൻ്റെ മുകളിൽ പാർക്കിംഗ് മിറർ ഉണ്ട്. ഇത് ഞാൻ ശരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും പാർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നോക്കുക, ഈ ഒരു മിറർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ, അതായത് റിയർ വ്യൂ മിററിൻ്റെ മുകളിൽ മറ്റൊരു മിറർ ഉണ്ട്. ഇത് പാർക്കിംഗ് മിററാണ്. ശരിക്കും നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു മിററിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ ടയറൊന്നും കാണാൻ കഴിയുന്നില്ല അല്ലേ. നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്, ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മിററിലേക്ക് നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ടയർ കാണാൻ പറ്റും. നോക്കി നിങ്ങളിതാ, ഇത് നമുക്ക് കാണുന്നില്ലെങ്കിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നോക്കി, ഇപ്പോൾ എനിക്ക് വണ്ടിയുടെ ടയർ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. കണ്ടോ, എനിക്കിത് വണ്ടിയുടെ ടയർ കാണാൻ പറ്റുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ ഒരു മിററിലൂടെ നോക്കിക്കഴിഞ്ഞാലും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതാ നോക്കി നിങ്ങൾ, ടയർ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പാർക്കിംഗ് മിററിലൂടെ. പക്ഷേ ഈ മിററിലൂടെ നമുക്കത് കാണാൻ കഴിയുന്നില്ല, നോർമൽ മിററിലൂടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പാർക്കിംഗ് മിറർ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടയർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു മിററും അതേപോലെ തന്നെയാണ്. എനിക്ക് കൃത്യമായിട്ട് ഇതാ ഇവിടുന്ന് ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് എനിക്ക് കാണാൻ പറ്റും, ബാക്ക് കോർണറും ലൈറ്റും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ടയർ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടയർ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ടയർ കണ്ടു കഴിഞ്ഞാലൊരു ഗുണം എന്താണ്, വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നമുക്കിത് കൃത്യമായിട്ട് ബാക്കിലെ സ്പേസും അതൊക്കെ ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു പാർക്കിംഗ് മിററിന് എത്ര സ്പേസ് ഉണ്ട്, വണ്ടിയുടെ ടയർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പാർക്കിംഗ് മിറർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ ഈ ഒരു മിറർ നമുക്ക് നോർമലി സെറ്റ് ചെയ്ത് വെക്കാം. എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ സെറ്റിങ്സൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതാ ഈ പാർക്കിംഗ് മിറേഴ്സും വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു സൈഡിൽ നല്ല സ്പേസ് ഉണ്ട്, എനിക്ക് ഈ മിററിലൂടെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ പാർക്കിംഗ് മിറർ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അടുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങളൊന്ന് നോക്കുക, പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഐഡിയ കിട്ടും. ഇതാ ഞാനിപ്പോൾ പാർക്കിംഗ് മിറർ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു, ഫിറ്റ് ചെയ്ത് വെച്ചതൊക്കെ കണ്ടു. ഇനി നിങ്ങൾ നോക്കി ഞാൻ എങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്ര സ്പേസ് ഉണ്ട്, കണ്ടേ, അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പേസും കൂടെ കുറച്ചുകൊണ്ട് നമുക്ക് വളരെ അടുപ്പിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. അതിപ്പോൾ ഞാൻ ആ പാർക്കിംഗ് മിററിൻ്റെ സഹായത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു സ്പേസ് കണ്ടോ നിങ്ങൾ, ഇതാ ഈ ഒരു സ്പേസ് കണ്ടില്ലേ, ഇത്ര സ്പേസ് ഉണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, ഇത് ഈ ഒരു പാർക്കിംഗ് മിററിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ വണ്ടി ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, റിവേഴ്സ് ഗിയർ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. ഈ മിറർ നോക്കിക്കൊണ്ടാണ് ബാക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. പാർക്കിംഗ് മിറർ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു സ്പേസ് കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് പതിയെ വണ്ടി എടുക്കുന്നു. പതിയെ വണ്ടി എടുക്കുന്നു. പതിയെ തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുന്നു. ഇതാ ഇപ്പോൾ മാക്സിമം ബോർഡർ ആയിട്ടുണ്ട്, മാക്സിമം ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പാർക്കിംഗ് മിററിൽ നിന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. മാക്സിമം സൈഡ് ഞാനിപ്പോൾ ചേർത്തു. എങ്ങനെ ചേർത്തു, ഈ പാർക്കിംഗ് മിററിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. വളരെ അടുപ്പിച്ചിട്ട് ഞാനിപ്പോൾ പാർക്ക് ചെയ്തു, കണ്ടില്ലേ, വളരെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പാർക്കിംഗ് മിററിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് വളരെ ഈസി ആയിട്ട് ചെയ്തത്. കണ്ടില്ലേ നിങ്ങൾ, ഇതാ മിറർ നോക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഈ ഒരു മിററിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ മിറർ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പം അതിൻ്റെതായ ഒരു ഗുണമുണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.